ഒരു ഫോട്ടോ, കേവലം ഒരൊറ്റ ഫോട്ടോയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പൊള്ളത്തരങ്ങളെ മുഴുവൻ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ കഴിയുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേരളത്തിൻ്റെ മുൻ മന്ത്രി സഖാവ് വി ശിവൻകുട്ടി തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒരു ചിത്രം പങ്കുവയ്ക്കുന്നു. ജയിലിലായ സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ വീട് സന്ദർശിച്ച് അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രം. നേതാവ് കരുതിയത് തൻ്റെ കാരുണ്യ പ്രവൃത്തി അണികൾക്കിടയിൽ വലിയ ഹീറോയിസമായി മാറുമെന്നാണ്. എന്നാൽ സംഗതി വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെയായി. ആ ഫോട്ടോയിൽ പതിഞ്ഞ ആ വീടിൻ്റെ ചുവരുകൾ, അത് വെറുമൊരു വീടായിരുന്നില്ല, ചോർന്നൊലിക്കുന്ന ദയനീയമായ ഒരു ഒറ്റക്കുടിൽ. അതേ ചിത്രം തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പിണറായി വിജയൻ്റെയും CPMൻ്റെയും അടിത്തറ ഇളക്കുന്ന വലിയൊരു ജനരോഷമായി പടർന്നു പിടിക്കുന്നത്. ഇവിടെയാണ് ചർച്ചകൾ ജനിക്കുന്നത്. ആർക്കു വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ചെറുപ്പക്കാർ തെരുവിൽ ചോര ചിന്തുന്നത്? കോടികൾ മാസപ്പടി വാങ്ങി AC മുറികളിലും ലക്ഷങ്ങളുടെ വാടക വീടുകളിലും സുഖലോലുപരായി ജീവിക്കുന്ന നേതാക്കളുടെ മക്കൾക്കു വേണ്ടിയോ, അതോ പാർട്ടിയെ ജീവശ്വാസമായി കാണുന്ന പാവം അണികൾക്കു വേണ്ടിയോ? നമുക്ക് സംഭവത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ഒരു സംഘം ആളുകൾ തെരുവിൽ തടയുകയും അവരുടെ വാഹനം തല്ലിപ്പൊളിക്കുകയും ചെയ്യുന്നു. തികച്ചും ആസൂത്രിതമായ രാഷ്ട്രീയ ആക്രമണം. തുടർന്ന് അന്വേഷണത്തിൽ കേരള പോലീസ് തന്നെ ഈ അണികളെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ നിലവിൽ 9 സഖാക്കളാണ് ജാമ്യം പോലും ലഭിക്കാതെ അഴിക്കുള്ളിലായിരിക്കുന്നത്. വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ അതീവ ഗുരുതരമായ വകുപ്പുകളാണ് ഈ പാവങ്ങളുടെ മേൽ ചാർത്തപ്പെട്ടിരിക്കുന്നത്. കൗതുകകരമായ കാര്യം എന്തെന്നാൽ, ജയിലിലായ ഈ അണികൾ ആദ്യം കരുതിയത് തങ്ങൾ തെരുവിൽ അടിപിടി കൂടാൻ ഇറങ്ങിയത് സഖാവ് പിണറായി വിജയന് വേണ്ടിയാണ് എന്നാണ്. എന്നാൽ പിന്നീട് FIR വന്ന് ജയിലറകൾ മുന്നിൽ തുറന്നപ്പോഴാണ് ആ പാവങ്ങൾ തിരിച്ചറിഞ്ഞത് തങ്ങൾ ചാവേറുകളായത് പിണറായി വിജയന് വേണ്ടിയല്ല, പകരം പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് പോലുമില്ലാത്ത അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയൻ്റെ മാസപ്പടി കേസിന് പ്രതിരോധം തീർക്കാനായിരുന്നുവെന്ന്. നോക്കൂ, വീണ വിജയൻ കരിമണൽ കമ്പനിയിൽ നിന്ന് 1,75,00,000 രൂപ മാസപ്പടി വാങ്ങി വിദേശ രാജ്യങ്ങളിൽ കറങ്ങി സുഖമായി ജീവിക്കുന്നു. നേതാക്കളുടെ മക്കളെല്ലാം വൻകിട സൗകര്യങ്ങളോടെ വലിയ ബിസിനസ്സുകളും ലക്ഷങ്ങളുടെ വരുമാനവുമായി AC കാറുകളിൽ വിലസുന്നു. എന്നാൽ അവർക്കു വേണ്ടി തെരുവിൽ നിയമം കയ്യിലെടുത്ത പാവം സഖാക്കളുടെ അവസ്ഥയോ? ദിവസക്കൂലിക്ക് പണിയെടുത്ത് ജീവിക്കുന്ന കുടുംബത്തിൻ്റെ ഏക അത്താണികളായ ചെറുപ്പക്കാരാണ് അവർ. വി ശിവൻകുട്ടി പങ്കുവച്ച ചിത്രത്തിൽ കാണുന്ന ആ സഖാവിൻ്റെ വീടിൻ്റെ ശോചനീയാവസ്ഥ ഏതൊരു മനുഷ്യൻ്റെയും കണ്ണ് നനയിക്കും. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥ. സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഈ ചിത്രത്തിന് താഴെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നേതാക്കളുടെ മക്കൾ സുരക്ഷിതരായി AC റൂമുകളിൽ കിടന്നുറങ്ങുമ്പോൾ പാർട്ടിക്ക് വേണ്ടി കേസുകളിൽപ്പെടുന്ന സാധാരണ അണികളുടെ ജീവിതം എന്തുകൊണ്ട് ഇത്രത്തോളം ദരിദ്രമായി തുടരുന്നു? സഖാക്കളും തമ്പ്രാക്കന്മാരും തമ്മിലുള്ള യഥാർത്ഥ ബന്ധത്തിൻ്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. വിപ്ലവത്തിൻ്റെ വിഷം തലയിൽ കുത്തിവെച്ച് പാവപ്പെട്ടവൻ്റെയും ദളിതൻ്റെയും കുട്ടികളെ തെരുവിലേക്ക് ഇറക്കിവിട്ട് അവരുടെ ഭാവി ഇല്ലാതാക്കി അവരെ വെറും കളിപ്പാവകളാക്കി കുരുതി കൊടുക്കുകയാണ് ഈ രാഷ്ട്രീയ നേതൃത്വം ചെയ്യുന്നത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന് കാരണമെന്ന് വിമർശകർ വിളിച്ചു പറയുമ്പോൾ അതിന് മറുപടി നൽകാൻ ഇന്ന് സൈബർ സഖാക്കൾക്ക് പോലും കഴിയുന്നില്ല. പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയൻ തൻ്റെ മകൻ വിവേക് കിരണിന് ED നോട്ടീസ് വന്നപ്പോൾ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോടെ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എൻ്റെ മകൻ ജോലി പിന്നെ വീട് എന്ന രീതിയിൽ കഴിയുന്ന ആളാണ്. ഒരു ദുഷ്പേരും എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. അവനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അധികാരത്തിൻ്റെ ഇടനാഴികളിൽ അവൻ സഞ്ചരിക്കാറില്ല. ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് പോലും അവൻ അറിയാമോ എന്ന് സംശയമാണ്. ശരിയാണ് സഖാവേ, അങ്ങയുടെ മകനെ കേരളത്തിൽ ആരും കാണാറില്ല. കാരണം അവൻ കുടുംബസമേതം അബുദാബിയിലാണ് ജീവിക്കുന്നത്. അങ്ങ് വിപ്ലവം പ്രസംഗിക്കുമ്പോൾ അങ്ങയുടെ മക്കൾ ജീവിക്കുന്നത് നിങ്ങൾ ബൂർഷ്വാ രാജ്യങ്ങൾ എന്ന് വിളിക്കുന്ന വിദേശ മണ്ണിലാണ്. അവിടെ അവർ അതീവ സുരക്ഷിതരാണ്. എന്നാൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ മക്കളോട് നിങ്ങൾ പറയുന്നത് എന്താണ്? പാർട്ടിക്ക് വേണ്ടി തെരുവിൽ മരിക്കാനും
പോലീസിന് മുന്നിൽ ധീരത കാണിക്കാനും. സ്വന്തം മക്കളെ പാർട്ടിയുടെ 7 അയലത്ത് പോലും അടുപ്പിക്കാതെ വിദേശത്ത് സേഫാക്കി നിർത്തിയ പിണറായി വിജയന്റെ തനിഗുണം ഇതോടുകൂടി അണികൾ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ ഒരൊറ്റ സംഭവത്തോടെ CPMന്റെ ഉള്ളിൽ തന്നെ വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. കൊല്ലം ഉൾപ്പെടെയുള്ള പല ജില്ലകളിലെയും CPM സൈബർ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ പച്ചയായ ചർച്ചകളാണ് നടക്കുന്നത്. അണികൾ പരസ്യമായി ചോദിക്കുന്നു, പിണറായി വിജയനെ വേട്ടയാടാൻ ED വന്നാൽ ഞങ്ങൾ പ്രതിരോധിക്കാം. പക്ഷേ മകൾ വീണ വിജയൻ നടത്തിയ അഴിമതിയും അനധികൃത ഇടപാടുകളും ചോദ്യം ചെയ്യാൻ വരുന്ന അന്വേഷണ ഏജൻസികളെ നേരിടാൻ ഞങ്ങളുടെ കുട്ടികളെ വിട്ടുതരില്ല. മകൾക്കെതിരെ കേസ് വന്നാൽ അവർ സ്വയം നേരിടട്ടെ. പാർട്ടിയെ ചാവേറാക്കാൻ ഇനി കിട്ടില്ല. കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കിയ സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വായും പൊളിച്ചു നിൽക്കുകയാണ്. കാരണം കേന്ദ്ര ഏജൻസിയായ EDയുടെ കേസിൽ അകപ്പെട്ടാൽ അത് കേരള പോലീസിന്റെ സ്റ്റേഷൻ ആക്രമണം പോലെയല്ല എന്ന യാഥാർത്ഥ്യം അണികൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഈ കേസിൽ UAPA ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തപ്പെട്ടാൽ ഒടുവിൽ തീഹാറിലെ ഇരുണ്ട ജയിലറകളിൽ കിടന്ന് വൃത്തിഹീനമായ ബാത്റൂമും കൊതുക് കടിയുമേറ്റ് നരകിക്കേണ്ടി വരുന്നത് പാവമണികൾ മാത്രമാണ്. അന്ന് ജാമ്യമെടുക്കാനോ കോടതി കയറി ഇറങ്ങാനോ ഒരു നേതാവും കൂടെയുണ്ടാകില്ല. നിങ്ങളുടെ അഭാവത്തിൽ ആകെ കൂടി പാർട്ടി ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ആ വീട് ഒരു പാർട്ടി ഓഫീസാക്കി മാറ്റുക എന്നതു മാത്രമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ചെറിയ യാഥാർത്ഥ്യം ഇവിടെ പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തുള്ള വാടക വീടിന് മുന്നിൽ ED റെയ്ഡ് നടന്നപ്പോഴുണ്ടായ സംഘർഷം നമ്മളാരും മറന്നിട്ടില്ല. എല്ലാവരും അത് ലൈവായി തന്നെ TV കണ്ടതാണ്. ഈ അക്രമം നടക്കുന്ന സമയത്ത് എല്ലാവരെയും പിടിച്ചുമാറ്റാൻ മുൻപന്തിയിൽ നിന്ന ബിനീഷ് കോടിയേരിയെ നമ്മളെല്ലാം കണ്ടതാണ്. ബിനീഷ് വളരെ സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചത്. എന്നാൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായ ആ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ വൈകുന്നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് IPLനെ സംബന്ധിച്ചായിരുന്നു. വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിങ്ങിനെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം അന്നേ ദിവസം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. 29 ബോളിൽ 97 റൺസ്, 12 സിക്സ്, 5 4. ഇവൻ്റെ ബാറ്റിംഗ് കാണാൻ വേണ്ടി മാത്രം ക്രിക്കറ്റ് കാണുന്ന ഒരു ജനത ലോകത്തുണ്ടാകും. ഇത് നൽകുന്ന സന്ദേശം എന്താണ്? ക്രിക്കറ്റ് ആസ്വദിക്കേണ്ട എന്നൊന്നുമല്ല ഇതിനർത്ഥം. പക്ഷേ തങ്ങളുടെ പ്രമുഖ നേതാവിൻ്റെ മകൾക്ക് വേണ്ടി പോരാടി പാവപ്പെട്ട അണികൾ ജയിലിലേക്ക് പോകുന്ന സമയത്താണോ ഈ ക്രിക്കറ്റ് ആസ്വാദനം? പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം തീർത്ത് ആക്രമണ കേസുകളിൽപ്പെട്ട് ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് പാവപ്പെട്ട അണികൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ചെറുപ്പക്കാർ ചിന്തിക്കണം. നേതാക്കൾക്കായി തെരുവിൽ മരിക്കാൻ ഇറങ്ങും മുൻപ്, പോലീസിന്റെ ലാത്തിക്കും തോക്കിനും മുന്നിൽ വിപ്ലവം പ്രസംഗിക്കാൻ നിൽക്കും മുൻപ് ഒരൊറ്റ വട്ടമെങ്കിലും സ്വന്തം കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളെ ജനിപ്പിച്ചു വളർത്തിയ മാതാപിതാക്കളുടെ, നിങ്ങളുടെ ഭാവിയെ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും കണ്ണീരിനെക്കുറിച്ച് ചിന്തിക്കുക. അഴിമതിയും മാസപ്പടിയും വാങ്ങി നേതാക്കളും അവരുടെ കുടുംബവും AC മുറികളിൽ സുഖമായി ഉറങ്ങുമ്പോൾ നിങ്ങൾ ജയിലിൻ്റെ വെറും തറയിൽ കിടക്കേണ്ടി വരുന്ന ഈ അവസ്ഥ ഒരു തരത്തിലുള്ള നീതികേടാണ്. ഈ പാർട്ടി അടിമത്തത്തിൻ്റെ ചാവേറുകളാകാൻ ഇനി ഞങ്ങളുടെ മക്കളെ കിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഓരോ കുടുംബവും തയ്യാറാകേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയക്കാർ നിങ്ങളെ വെറും കളിപ്പാവകളാക്കി മാറ്റുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതം മാത്രമാണ് എന്ന കൈപ്പേറിയ യാഥാർത്ഥ്യം തിരിച്ചറിയുക. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.